ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം ഹലോ ഹലോ കോടിക്കണക്കിന് രൂപ വില വരുന്ന ലക്ഷക്കണക്കിന് സ്വർണം കഴിഞ്ഞ വെള്ളിയാഴ്ച ചെമ്പ് എന്ന സ്ഥലത്തിന്റെ വോട്ട് ഫാക്ടറിക്ക് പിന്നിൽ നീ ആർക്കാണ് കൈമാറിയതെന്നുള്ള സത്യം എന്നോട് പറയണം. ഞാൻ ഭയങ്കരപ്പെട്ട ഒരു ഡിറ്റക്റ്റീവാണ്, ആദ്യ ഭീകരനാണ് ഞാൻ. പറയോ. ആഹാ, നിന്നെ ഞാൻ പൊക്കിയിരിക്കും, ഉറപ്പായിട്ടും പൊക്കിയിരിക്കും. നീ എവിടെടാ? ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞേ. എന്നെ ഒന്ന് പൊക്കിയിരുത്താവോ അങ്ങോട്ട്? അടിച്ച് കിണ്ടിയായിട്ടിരിക്കണോ? ഒരു സ്റ്റൈലിന് കസേരപ്പുറത്ത് നിന്ന് കറങ്ങിയാ തല ഇറങ്ങിപ്പോയി. ഞാനേ എന്താ വെട്ടിക്കോട്ട് ഗോപാലകൃഷ്ണൻ. അത് ശരി. എന്നിട്ട് വെട്ടിക്കോട്ട് അല്ലല്ലോ ഇട്ടേക്കുന്നത്, മുണ്ടും ഷർട്ടുമാണല്ലോ. അതല്ലെന്ന് വെട്ടിക്കോട്ട് ഗോപാലകൃഷ്ണന്റെ പേരാ. ഞാൻ ഓവർകോട്ട് രാമചന്ദ്രൻ, ഭയങ്കരപ്പെട്ട ഒരു ഡിറ്റക്റ്റീവാണ്. ഞാൻ ഭയങ്കര സിമ്പിളാ കേട്ടോ. പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ. ഞാൻ വന്നതേ എന്റെ പെണ്ണുമ്പിള്ളെ 3 ദിവസമായിട്ട് കാണുന്നില്ല. എന്നെ അടിക്കരുത്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്റെ പെണ്ണുമ്പിള്ളെ ഒന്ന് അന്വേഷിക്കാമോ? നീ അല്ലയോ താലി കെട്ടിയത്? താലി കെട്ടിയ പെണ്ണുമ്പിള്ള നീ അന്വേഷിക്കണം, ഞാനന്ന് അന്വേഷിച്ചു കൊടുക്കണം. അതല്ലെന്ന് എന്റെ പെണ്ണുമ്പിള്ളെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണമെന്ന്. ഓക്കെ, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ അറിയിക്കാതെ അവള് മുങ്ങിയതാണ്. അപ്പൊ ശ്വാസം മുട്ടും പോയി മുങ്ങി വന്നോളൂ. അതല്ലെന്ന് 2-3 ദിവസമായിട്ട് അവളെ കാണുന്നില്ലെന്ന്. ഒരു മിനിറ്റേ, ഫോൺ വന്നിരിക്കുന്നു. ഹലോ ഹലോ, ഇതൊന്ന് പറയാവോ? റിനോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. റിനോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ഈ പറഞ്ഞ കേട്ടല്ലോ, ആ സാധനമാണ്. എന്താ പറഞ്ഞോളൂ. ഇത് അവർ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. റിനോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ഓക്കെ, എന്താണ് കാര്യം പറയൂ. എടാ സുഖു, ഞാൻ പറഞ്ഞിട്ടില്ലോ. എടാ ക്ലൈന്റ് നിൽക്കുന്നു, വിളിക്കാതെ. ഓക്കെ, അതൊക്കെ പോട്ടെ, താൻ പറ. ഇത് പറ. റിനോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. അത് പറയാനാണോ പറഞ്ഞത്? പിന്നെ തന്റെ പെണ്ണുപിള്ള കണ്ടുപിടിക്കണം. ഞാൻ CID അല്ലയോ? ഞാൻ കണ്ടിട്ടില്ലോ പെണ്ണുപിള്ള. കണ്ടിട്ടില്ല. അളയാടം പറ. എന്തോ അടയാളം പറ. നല്ല തടിയാ കേട്ടോ. ഈ തടിയുടെ ക്വാളിറ്റി പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അതല്ലെന്ന് അവക്ക് നല്ല തടിയാന്നാ പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരോടെങ്കിലും അറിവ് കൊടുത്തിട്ടാണോ മുങ്ങിയിരിക്കുന്നത്? അവൾ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. വെളുപ്പാങ്കാലത്ത് നിന്നിച്ച് അവിടെ കൂട്ടുകാരത്തി ഉമയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ട് അവള് പോയത്. അങ്ങനെ പറയരുത്. ഉമയോട് അന്വേഷിച്ചു കൂടായിരുന്നോ? ഞാൻ ഉമയോട് അന്വേഷിച്ചു. അന്ന് ഉമയോട് അന്വേഷിച്ചു പറഞ്ഞു ആ വഴിക്കാ വന്നിട്ടില്ലെന്ന് അവള് പറഞ്ഞത്. പിന്നെ അത് തന്നെയല്ല, പിള്ളേരുടെ കാര്യമാണ് കഷ്ടം. അവള് പോയേ പിന്നെ പിള്ളേരാണെ വാ പൂട്ടാതെ കിടന്ന് കരച്ചില്ല. ഇപ്പോഴും കണ്ട് കരഞ്ഞോണ്ടിരിക്കുക. വാ കാണിച്ചു തരാം. കരയുന്ന പിള്ളേരുടെ വാ ഞാൻ എന്തിനാ? അല്ല, പിള്ളേരുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഉപദ്രവിക്കുമായിരുന്നോ? കണ്ടമാനം അടിച്ച് ചെവിക്കല് പോയി. പക്ഷെ എത്ര ഉപദ്രവിച്ചാലും ഉണ്ടല്ലോ, പട്ടിയെ പോലെ നിന്ന് മേടിച്ചിട്ട് മോങ്ങുമല്ലാതെ പിന്നെ നാഴിക വരെ തിരിച്ച് ഞാനൊരു വക അവളെ ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ സാറായിരുന്നോ കിടന്ന് മേടിച്ചോണ്ടിരുന്നത്? പിന്നെ മേടിച്ചോണ്ടിരിക്കുവാ. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവള് ഗോവക്കാരിയല്ലയോ? അയ്യോ, അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത കുട്ടിയാ? അങ്ങനെ പറഞ്ഞു. ഗോവക്കാരിയാണെന്നല്ലേ പറഞ്ഞു? ഓ ഹേ, ഗോവക്കാരിയല്ലെന്നല്ല, ഗോവക്കാരിയാ. ഭയങ്കര ദേഷ്യക്കാരി. അവളെന്തോ ചെയ്യുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടായോ കല്യാണം കഴിക്കാൻ? ആ പെങ്കൊച്ചിന്റെ വീട് എവിടാ? എന്റെ തൊട്ടടുത്ത വീടാണ്. എന്റെ അമ്മാവന്റെ മോള് പൊടിച്ചി. നിന്റെ അമ്മാവന്റെ മുളക് പൊടിച്ചിട്ടാണോ അവള്? എന്റെ അമ്മാവന്റെ മോള് പൊടിമോൾ പൊടിച്ചിന്നാ ഞാൻ വിളിക്കുന്നത്. പൊടിമോളാ? ശരി, ഭാര്യയുടെ നമ്പർ പറ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവള് പോയ അന്നേ അവളെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാ. അയ്യോ, എന്തൊരു വർത്തമാനമായി പറയുന്നത്. ഇയാളൊരു പരമ കഴുതയായി പോയി. എന്താണ് നീ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കണമെങ്കിൽ ആ ഫോൺ കിട്ടണ്ടേ? അയ്യോ, നമ്പർ പോയി. 97 44 47 78 78. ഇത് എന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ. അത് മായ്ച്ചു കളഞ്ഞേരെ. എന്റെ ഭാര്യയുടെ നമ്പർ വേറെയാ. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടാ? എന്റെ ഭാര്യ ഇതുപോലെ വേറൊരു ഏജൻസി ഏൽപ്പിച്ച് കണ്ടുപിടിക്കാം. അത് പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചോ? ഞാനൊരു കാര്യം പറയാം. പിന്നെ നിങ്ങള് ഇത് എങ്ങനെയും എന്റെ ഭാര്യയെ ഒന്ന് കണ്ടുപിടിച്ച് തരണം. കാരണം നിങ്ങൾ ഏതും പഴക്കായില്ലാതിരിക്കുമല്ലോ ഇവിടെ. അഹങ്കാരം സംസാരിക്കരുത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച കലക്ക വെള്ളത്തിൽ വീണ് ചത്തില്ലേ? അതാരാ തെളിയിച്ചത്? ആ കേസ് നിങ്ങളാണോ തെളിയിച്ചത്? കേസല്ല തെളിയിച്ചത്. ആ വെള്ളം മൊത്തം ഞാനല്ലേ മോട്ടർ എടുത്തോണ്ട് അടിച്ച് പറ്റി ചെളി കോരി കളഞ്ഞു. ഇപ്പൊ തെളിഞ്ഞ വെള്ളമാണ് കിടക്കുന്നത്. 250 രൂപ കാശും കിട്ടി. അപ്പൊ ഇപ്പോഴും കിണർ പറ്റിക്കാൻ പോച്ച പറിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നെ വെറും നിസ്സാരക്കാരനാക്കാതെ. സ്വർണ്ണക്കടത്ത് കേസ് ആരാണ് അന്വേഷിച്ചത്? ആരന്വേഷിച്ചത്? ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ ED അന്വേഷിച്ചു പോയത്. കണക്കായി പോയി. എന്നാ ഇത്രയും വലിയ കേസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് BD അന്വേഷിച്ചിട്ട് പോയിട്ടില്ലേ? അത് പോയത് ED അല്ല, ED എലിഫന്റ് ഡെത്ത് ആനിവേഴ്സറി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ എങ്ങനെങ്കിലും അതൊന്ന് അന്വേഷിച്ച് തരണം. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ. നിങ്ങളുടെ ഒരു ഉദ്ദേശം അവിടെ അടുത്ത് നടക്കത്തില്ല. അവള് ഭയങ്കര ടീമാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് ഒരു പുള്ളി ഉണ്ട്. ഒരു പുള്ളിയല്ല, 3 പുള്ളിയുണ്ട്. എടോ, അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ആളാണോ ഇയാൾ? ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു പുള്ളിയുണ്ട്. കാക്കപ്പുള്ളിയുടെ കാര്യമാണോ? പിന്നെന്തോ പറഞ്ഞു? എടോ, ഏതേലും കള്ളക്കാമ്പന്റെ കൂടെ ഒളിച്ചോടിയതായിരിക്കും. ഏത് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയാലും എനിക്ക് വേണം, എനിക്ക് വേണം. ഞാൻ കൊണ്ടുതരാം. ഭയങ്കര ഇഷ്ടമായില്ലോ. എന്നാ പിന്നെ 2 ദിവസത്തിനകത്ത് തന്റെ ഭാര്യയെ തന്റെ കൺമുമ്പിൽ കൊണ്ട് തന്നിരിക്കും ഞാൻ. അല്ല, ഭാര്യയെ കിട്ടില്ല. വേണ്ടില്ല. ആ മുടിഞ്ഞോള് പോയപ്പോ എന്റെ ഫോൺ കൊടുത്തോണ്ട്
എടുത്തോണ്ട് പോയി അതിങ്ങ് കിട്ടിയാ മതിയായിരുന്നു. അതിനകത്ത് കുഴപ്പമില്ല, അത് സ്വിച്ച് ഓഫ് അല്ലേ, കുഴപ്പമില്ലല്ലോ. എങ്ങാനും അത് ഓണായി പോയിട്ടുണ്ടെങ്കിൽ അവള് വന്ന് എന്റെ സ്വിച്ച് ഓഫ് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പൊ അതിന് മാത്രം കളക്ഷൻ അതിനകത്ത് കിടക്കുവാ ഇല്ലയോ? പോലാ എന്ത് വില കൊടുത്തും തന്റെ ഭാര്യയെ തന്റെ കൺമുമ്പിൽ ഞാൻ കൊണ്ടു തന്നിരിക്കും. പക്ഷെ ആ ഫോൺ എനിക്ക് തരണം കേട്ടോ. ഫോണോ? അയ്യോ എന്തോ